ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ ഞാൻ അടുത്ത് വരാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കുകയാണ്. അതിൽ ആദ്യം തന്നെ ഒരാൾ AA22 ആണ്. എന്ന് വെച്ചാൽ അല്ലു അർജുൻ്റെ 22ാമത്തെ പടം. അത് ത്രിവിക്രം എടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഓൾറെഡി വന്നതാണ്. അല്ലു അർജുനും ത്രിവിക്രമും കൂടിയിട്ട് ഒന്നിക്കുന്ന 4ാമത്തെ പടം. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന പടം തന്നെയാണ്. കാരണം വേറെ കോമ്പോ ലാസ്റ്റ് 4 വൈക്കൊണ്ടുവരുമല്ലോ. അങ്ങ് വൈക്കൊണ്ടുവരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഗംഭീര സാധനം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AA22 ആയി വരാൻ പോണത് ഈ പടം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. AA23 ആയിരിക്കും ഈ പടം എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അല്ലു അർജുൻ്റെ 23ാമത്തെ പടമായിരിക്കുന്നുള്ളത്. അതിൻ്റെ റിലീസൊക്കെ 2027 ആകുമ്പോൾ ഉണ്ടാവുള്ളൂ എന്നുള്ള കേൾക്കുന്നുണ്ട്. പകരം AA22 അറ്റ്ലി എടുക്കുന്ന പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ അടുത്ത വർഷം അല്ലു അർജുൻ റിലീസ് ഉണ്ടാവാൻ പോണ പടം ഈ പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അറ്റ്ലി എടുക്കുന്ന പടം. ഈ പടത്തിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് ശിവകാർത്തികേയൻ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലു അർജുൻ്റെ 22ാമത്തെ പടം ആരെടുക്കാൻ പോകുന്നുള്ളത്. പിന്നെ AA24 ആയിട്ട് കേൾക്കുന്നത് സന്ദീപ് റെഡ്ഡി വാങ്ക എടുക്കുന്ന പടമാണ്. 2028 റിലീസാവുന്ന രീതിയിൽ. എന്തായാലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ ഓൾറെഡി വന്നാണ്. സന്ദീപ് റെഡ്ഡി വാങ്ക എടുക്കുന്ന അല്ലു അർജുൻ്റെ പടം ഉണ്ടെന്നുള്ള രീതിയിൽ TCS പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ഈ പടം കുറച്ചുകൂടി വഴുകും എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം ഈ അറ്റ്ലിയുടെയും ത്രിവിക്രമിൻ്റെ പടം കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നത് പുഷ്പ 3 ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പുഷ്പ 3 റാംപേജ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ 2027 തുടങ്ങും എന്നുള്ള കേൾക്കുന്നുണ്ട്. പുഷ്പ 3യുടെ 2028 തന്നെ പടത്തിൻ്റെ റിലീസിനുള്ള പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ ഈ പുഷ്പ 3ക്ക് ശേഷമായിരിക്കും മിക്കവാറും സന്ദീപ് റെഡ്ഡി വാങ്കയുടെ പടം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പ്രശാന്ത് നീൽ അല്ലു അർജുനെ വെച്ചിട്ട് പടം എടുക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പടങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും പ്രശാന്ത് നീലിൻ്റെ പടം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ദിൽരാജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി സ്പെഷ്യൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.